ഹലോ മുജത്തീസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ജാക്ക് ഫ്രൂട്ട് കിട്ടി. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ കുറച്ച് ഡയറബിക് സിൽക്ക് വരണമായിരുന്നു. ഞാൻ വിചാരിച്ചു ജാക്ക് ഫ്രൂട്ട് ചുമ്മാ കഴിച്ച് തിന്നുന്നേക്കാൾ നല്ലത് ഈ ചൂടത്ത് തണുപ്പിച്ച് കഴിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഐഡിയ കിട്ടി. പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? കുറച്ച് ജാക്ക് ഫ്രൂട്ട് കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്യുക. ഒരു ഡയറബിക് സിൽക്ക് എടുക്കുക, നല്ലപോലെ അങ്ങോട്ട് 2-3-4 പീസ് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് തണുത്ത പാല്, അല്ലെങ്കിൽ നല്ല കട്ട പിടിച്ച പാലായാലും ബെറ്ററാണ്. എൻ്റെ ഇല്ലായിരുന്നു. എന്നിട്ട് കുറച്ച് ഹോർലിക്സ്, പഞ്ചസാര, കുറച്ച് മിൽക്ക് മെയ്ഡ്, ഇതെല്ലാം കൂടെ അങ്ങോട്ട് നല്ല ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞ് കുറച്ച് ജാക്ക് ഫ്രൂട്ട് ഇട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങളൊരു പുഡിംഗ് ട്രേക്കകത്തോട്ട് ഇടുക. എന്നിട്ട് അതിന് മണ്ടിക്ക് കുറച്ച് ഡയറി മിൽക്ക് സിൽക്കും കുറച്ച് കട്ട് ചെയ്ത് ജാക്ക് ഫ്രൂട്ടും കൂടി ഇട്ട് കവർ ചെയ്ത് ഓവർനൈറ്റ് ഫ്രീസാക്കാൻ വെക്കുക. എന്നിട്ട് അടുത്ത ദിവസമാണ് ഞാൻ എടുത്തത്. നമ്മുടെ ഐസ്ക്രീം പുഡിംഗ് അല്ലെങ്കിൽ പോട്ടെ ജാക്ക് ഫ്രൂട്ട് പുഡിംഗ് റെഡിയായി. കുറച്ച് കൊക്കോ പൗഡർ തൂക്കി കൊടുക്കുക. കുറച്ച് ജെംസോ അനാറോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റായിരുന്നു. തണുപ്പോടെ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ എൻ്റെ മോക്ക് കൊണ്ടു കൊടുക്കുകയാണ്. എക്സ്പ്രഷൻ നോക്കണം, ഭയങ്കര ഇഷ്ടമാണ് തണുപ്പുള്ള സാധനങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.